എന്താ ഞാൻ ഇവിടെ ഉണ്ടേ. നിങ്ങളിപ്പോ എന്തിനാ അർജന്റായിട്ട് ഈ പുട്ടും കുറ്റിയും കൊണ്ട് പോന്നേ? ഇത് ഞാൻ അവിടെ പാത്ത് വെച്ചാലേ ഇജ്ജ് ഉണ്ടാക്കണ നേരം അങ്ങോട്ട് പാഞ്ഞ എന്റെ വരും. അവിടെ കുറ്റി ഇല്ലായിട്ടല്ലല്ലോ, അതിന്റെ ആവി പുറത്തേക്ക് പോവാണ്. ഞാൻ എത്ര സീരയൊക്കെ ചുറ്റി കൊടുക്കും, എന്നാലും അത് പുറത്തേക്കുള്ളു പോവുക. ഞങ്ങളതും അങ്ങനെ തന്നെ ഇരുന്നാത്താ. എന്നിട്ട് പിന്നെ അപ്പുട്ടി കൊടുന്നു തന്നതാ വേറൊന്ന്. ഇതില് പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അല്ലാത്താ നിങ്ങളെ മരുവൾക്ക് പുട്ടൊക്കെ പറ്റുമോ? പുട്ടൊന്നും പറ്റൂല ബിന്ദോ. ഇന്റെ അബ്ബാസ് ഇല്ലേ, ഓന് പൊറാട്ട കൊണ്ടും അത് പിച്ചിട്ട് തിന്നണാണ്. ഇപ്പൊ പിന്നെ ഉണ്ടാണ്ട സോക്കടും അല്ലേ, അപ്പൊ തീരെ ഒന്നും പറ്റൂല. രാവിലത്തെ പൊറോട്ടയിലൊക്കെ പൊയ്ക്കോളും. അല്ല ഉച്ചക്ക് ചോറുണ്ണാനൊക്കെ എന്താട്ടാ? നമ്മളെ ചോറും സാമ്പാറും ഒക്കെ പറ്റുമോ പോൾക്ക്? ഞമ്മളെ ചോറൊന്നും ഓക്ക് പറ്റൂല. ഞങ്ങൾ ചോറുന്നാണ് നേരത്തെ ഓള് കക്കിരിക്കും ഉള്ളിയും തക്കാളിയും ക്യാരറ്റും ഒക്കെ വെട്ടിയിട്ട് കാണും. അത് പച്ചക്കാണ് തിന്നണു. ചില നേരം പൊറാട്ട ഉണ്ടെങ്കിൽ അതിക്കൊരു വെള്ളം ഉണ്ടാക്കും. ഒരു ഉപ്പും മുളകും മഞ്ഞളും ഒന്നും ഇടൂല, ഒരു വെള്ളം അത് വേണോ ഒത്തിക്കാണ്ട് ഓള് തിന്നണു. അതൊന്നുമല്ല ബിന്ദു, ഞാൻ ഒരു ദിവസം ഓളെ ഒരു ചാറുണ്ടാക്കിയതേ കജ്ജക്ക് ഒറ്റിച്ചിക്കാണ്ടൊന്ന് നാമച്ചോക്കി ഇച്ച് ചത്തിച്ചാൻ വന്നിട്ട് ഉപ്പുമില്ല മുളകുമില്ല, അങ്ങനെ ഒരു വെള്ളം. അതൊക്കെ പൊറുക്ക. ആ അടുപ്പും കണിക്ക് ഓളൊരു പണിയെടുത്താല് ചെല്ലാൻ ബേജാഗണ് പരത്തിയിട്ടിട്ട് പിന്നെ ഒരു ദിവസമൊക്കെ മണക്കടണിച്ച്. അത് താത്ത അന്യ നാട്ടുകാരല്ലേ, അയറ്റകൾക്കൊക്കെ അത്ര തന്നെ ഉണ്ടാവുള്ളൂ വെടുപ്പും വൃത്തിയൊക്കെ. എന്റെ ബിന്ദു, ഓള് വന്നേ അവിടെ റൂമിലാകെ ഒരു മണം. ഞാൻ എന്റെ അബ്ബാസിനോട് ചോദിച്ചേ ഇവള് തിരുമ്പി കുളിച്ചലൊന്നും ഇല്ലേന്ന്. അപ്പൊ ഓൻ പറയാണ് ഉമ്മ കടുകെണ്ണ തേച്ചിട്ടാണ് തലയില്, അതാണ് ആ മണക്കുണ്ടെന്ന്. ഇപ്പൊ ഞാനേ ഓള് കുളിച്ചാൻ കേറുമ്പോ നമ്മളെ ആട്ടിയ നല്ലെണ്ണ ഉണ്ട്, അത് എടുത്തു കൊടുക്കും. അപ്പൊ പിന്നെ ആ ചൂരൊന്നും ഇല്ല. ഏതായാലും താത്ത അന്യ നാട്ടിൽ നിന്നാണെങ്കിലോ ഓനൊരു പെണ്ണിനെ കെട്ടിക്കൊടുന്നല്ലോ. നമ്മളെ നാട്ടില് കൊറേ നോക്കിയതല്ലേ ഇപ്പൊ നമ്മള്, ഒന്നും ശരിയായില്ലല്ലോ. ഇനിയിപ്പോ നമ്മളെ നാട്ടിലെത്തിയല്ലോ ഇപ്പൊ. ഏതായാലും ഇനിയിപ്പൊ നമ്മളെ രീതിയും പെരുമാറ്റമൊക്കെ കണ്ട ആ കൂട്ടത്തിക്കാണ് കൂടിക്കോളോള്. അതിനിടെ കാലാകാലം ഓല് ഇവിടെ നിക്കാൻ വന്നതല്ല, ഓല് 3 മാസം വിസിറ്റിങ്ങിന് വന്നതല്ലേ. ഇനിയിപ്പോ തീരെ നിക്കാൻ പാടില്ല അത്ര. ഇപ്പൊ ഇങ്ങനെ പള്ളിയിലും ഉണ്ടായതല്ലേ, അങ്ങനെ പറയണ്ട അബ്ബാസ്. ഓല് പെട്ടെന്ന് പോവും. അത് അബ്ബാസ് പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കേ. ഇവിടെ പൗരത്വമുള്ളവർക്കല്ലേ നിക്കാൻ പറ്റുള്ളൂ. നമ്മളെ പേപ്പറും കാര്യമൊക്കെ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ നിക്കാൻ പറ്റുമായിരിക്കും.